ഹായ്, പുതിയ റിവ്യൂലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് പെൻഡുലം OTTക്ക് ശേഷമുള്ള റിവ്യൂലോട്ടാണ്. ഡയറക്ടർ റെജിൻ എസ് ബാബു. ഈ പടം എന്ന് പറഞ്ഞാൽ ടോട്ടലി നോക്കുകയാണെങ്കിൽ നല്ലൊരു തീമുണ്ട്, പടത്തിന് നല്ലൊരു തീമുണ്ട്. പക്ഷേ അത് പ്രസൻറ്റേഷൻ ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം 24 ഒരു സയൻസ് ഫിക്ഷൻ സിനിമയാണ്. അപ്പോൾ അതിനകത്ത് ഡയറക്ടറായാലും പ്രേക്ഷകർക്ക് മുന്നിൽ കാണിച്ചേക്കുന്ന ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്. ആ പ്രസൻറ്റേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിനകത്ത് ഒരു മസാലയായിട്ട് ഇപ്പം റൊമാൻസ്, ആക്ഷന്, പിന്നെ അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട്, BGM ഇതെല്ലാം കൂടെ കയറ്റി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാം കൂടെ കൂട്ടി ഒരു മസാലയാക്കി ഒരു നല്ല രീതിയിൽ ഒരു ഔട്ട് കൊടുക്കും. അത് പ്രേക്ഷകർ കണ്ട് ഇഷ്ടപ്പെടും. അതാണ് സാധാരണ 24-നകത്തൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ 24 എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പോൾ ഒരു അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്താലെങ്ങനെയിരിക്കും? ഇപ്പോൾ അന്നത്തെ കുറേ അടൂർ ഫസിയും അതേപോലെയൊക്കെയുള്ള ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഇന്നസെൻ്റ് അങ്ങനെയൊക്കെയുള്ള കുറേ പേരെ വെച്ച് ഒരു സിനിമ അടൂർ ഗോപാലകൃഷ്ണൻ 24 ഒരു സിനിമ ഇറക്കി എങ്ങനെയിരിക്കും? അതേപോലെ ആയിപ്പോയി. എനിക്ക് തോന്നുന്നു ഒരു അവാർഡ് പടം പോലെ. ഇപ്പോൾ നല്ലൊരു തീമിനെ കൊണ്ടുവന്ന് കുളമാക്കിയതിൻ്റെ കൂട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അതിനകത്ത് തീമും എല്ലാം നല്ല രീതിയിലാണ്. ഒരു സ്വപ്നത്തിൻ്റെ കഥ പറയുന്ന സ്വപ്നമായിട്ടുള്ള ഒരു ടൈം ട്രാവലാണ് അതിനകത്ത് പോയേക്കുന്നത്. പക്ഷേ അത് എനിക്ക് പുതുമയുള്ളൊരു തീമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ പ്രസൻറ്റ് ചെയ്ത് വന്നപ്പം അതൊരു വല്ലാതെ പാളിപ്പോയെന്ന് തോന്നി. ഇപ്പോൾ ഈ ഒരു തീം തന്നെ, ഈ ഒരു പെൻഡുലത്തിൻ്റെ ഈ ഒരു സ്റ്റോറി തന്നെ ഇച്ചിരി മലയാളത്തിൽ തന്നെ ഇച്ചിരി നല്ല ആൾക്കാർ, നല്ലൊരു ഡയറക്ടർ, നല്ല ഇപ്പോൾ അറിയപ്പെടുന്ന കുറേ അറിയപ്പെടുന്നവരുണ്ട്. അവരുമായിട്ടൊക്കെ ചെയ്തായിരുന്നെങ്കിൽ ഈ പടം കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിയേനെന്ന് എനിക്ക് തോന്നി. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ വിജയ് ബാബു ഉണ്ട്, ഇന്ദ്രൻസ്, അനു മോൾ, ഇവരൊക്കെയാണ് ഇതിനകത്ത് പ്രധാന താരങ്ങളായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ്. പക്ഷേ അത് കുറച്ചും കൂടെ ഒരു ആൾക്കാരെയൊക്കെ വെച്ച് നല്ല രീതിയിൽ എടുത്തായിരുന്നെങ്കിൽ, ഇച്ചിരി റൊമാൻറ്റിക്കൊക്കെ കയറ്റി ഇച്ചിരി നല്ല രീതിയിൽ കൊണ്ടുവന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാരിലോട്ട് എത്തിയേനെ. ഇത് ഒരു വഴി വല്ലാതെ അവിഞ്ഞ ഒരു ടൈം ട്രാവൽ പോലെയാണ് തോന്നിയത്. അടൂർ ഗോപാലകൃഷ്ണൻ എടുത്തിട്ട് അവാർഡ് പടം പോലെ, അതുപോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലത്തെ ഒരു പടം മലയാളത്തിൽ എടുക്കുകയാണെങ്കിൽ അത് ഇച്ചിരി നല്ല ഹെവി ആയിട്ട് ഇച്ചിരി നല്ല രീതിയിൽ എടുക്കാൻ നോക്കണം. അല്ലെങ്കിൽ അതിനകത്ത് കാര്യമില്ല. ഇത് ചുമ്മാതെ വേസ്റ്റായി പോയ ഒരു സിനിമയുടെ കൂട്ടാണ്. ചുമ്മാതെ സമയം കളഞ്ഞ് ചുമ്മാ വേസ്റ്റായി പോയി. നല്ലൊരു തീമാണ്. പിന്നെ ഇതേപോലത്തെ ഒരു തീം വേറൊരു സിനിമയ്ക്ക് കൊണ്ടുവന്ന് അത് അടിച്ചു മാറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ തീം നല്ലതാണ്. പക്ഷേ നല്ല രീതിയിൽ എത്തിയില്ല എന്നെനിക്ക് തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.